നോർത്ത് ജില്ലയിൽ, നമ്മുടെ നോർത്ത് ജില്ല എന്ന് പറയുന്നത് നെടുമങ്ങാട് നിയോജക മണ്ഡലം, വാമനപുരം, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല പ്രദേശങ്ങളുടെ നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നതാണ് തിരുവനന്തപുരം നോർത്ത് ജില്ല. ആ നോർത്ത് ജില്ലയിൽ ഇന്ന് ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ ഏറിയിരിക്കുകയാണ്. നമ്മുടെ മുതാക്കൽ പഞ്ചായത്തും അതുപോലെ തന്നെ അഴൂർ പഞ്ചായത്തും, അതുകൂടാതെ തന്നെ മംഗലാപുരം പഞ്ചായത്തിൽ നമ്മുടെ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് ഭരണ നഷ്ടത്തിലേക്ക് പോയ ഒരു മണ്ഡലത്തിൽ നിന്നും അവിടെ നേരിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വിവിധ പാർട്ടികളിൽ നിന്നുള്ള ആളുകളുടെ നല്ലൊരു സമീപനമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ദേശീയതയിലേക്ക് ശ്രീ ഹരിദാസ്, CPMൻ്റെ കിഴിവിലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ഹരിദാസ് ഉൾപ്പെടെ DYFIയുടെ മുൻ മേഖലാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഇന്നലെ സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. ആ സ്വീകരിക്കുന്നത് വരെ CPMൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുവരെയും CPMൻ്റെ പ്രവർത്തകനായിട്ട് നിന്നിരുന്ന ഹരിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പത്രത്തിലൂടെ അറിയാൻ കഴിയുന്നത് അവരെ എന്നേ പുറത്താക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവർക്ക് പറയാനുള്ളത്, നമ്മുടെ ഹരിദാസിന് ഉൾപ്പെടെയുള്ളവർക്ക്, നമ്മുടെ മീഡിയാസിനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് നേരിട്ട് പറയുന്നതിന് വേണ്ടി പാർട്ടിയിലേക്ക്, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയ ഹരിദാസ് അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ, പാർട്ടിയിലേക്ക് വരാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും. നന്ദി, നമസ്കാരം. ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. BJPയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാരണം ഇന്നലെയും അവിടെ നടന്നിട്ടുള്ള ജനം TV-യിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാകും. ഒന്ന്, പ്രധാനപ്പെട്ട കാരണം LDFുമായി സഹകരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട്, അതായത് CPIയുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്. CPI എന്ന് പറയുന്ന ഒരു ഘടകകക്ഷി നമ്മുടെ വീട്ടിലെ മുറ്റത്ത് വളർത്തുന്ന പാമ്പിന് തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. രണ്ടാമത്തെ കാരണം ഞാൻ ചൂണ്ടിക്കാണിച്ചത് CPMൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറുന്നു, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ 2 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ CPMയുമായി യോജിച്ച് പ്രവർത്തിച്ച് പോകേണ്ടത് ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഘടകകക്ഷി എന്നുള്ള രീതിയിലേക്ക് CPIയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നില്ല. CPIക്കാർ ഏറ്റവും വലിയ ശത്രുക്കളായി കാണുന്നത് CPMനെയാണ്. പല പ്രവർത്തനങ്ങളിലും കാണുന്നത് CPMനെയാണ്. പഞ്ചായത്ത് ഇലക്ഷനും മണ്ഡല ഇലക്ഷനൊക്കെ CPMൻ്റെ സഹായത്തോടു കൂടി ജയിച്ചു വന്ന് മെമ്പറും MLA ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ CPMകാരെ എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക അജണ്ട എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരായിട്ടാണ് CPIയെ ഞാൻ കാണുന്നത്. കഴിഞ്ഞ നമ്മുടെ കിഴിവലം ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ആ പഞ്ചായത്തിൽ കഴിഞ്ഞ 2.5 വർഷക്കാലം CPIക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തിരുന്നു. താഴെത്തട്ടിലുള്ള ഒരു ചർച്ചകൾ നടത്താതെ പെട്ടെന്നാണ് ഈ തീരുമാനം നടപ്പിലാക്കിയത്. സ്വാഭാവികമായി LDF എന്നുള്ള രീതിയിൽ കൂട്ടായ തീരുമാനം അംഗീകരിച്ചു. ആ രീതിയിൽ പ്രസിഡന്റിനെ മാറ്റിക്കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ 2.5 വർഷം ഇരുന്നത് CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള മനോമണിയായിരുന്നു. ആ മനോമണി നേതൃത്വം കൊടുത്ത ആ പ്രസിഡന്റ്, ആ ഭരണസമിതിയെ വരെ സമരം ചെയ്യാൻ അന്നിരുന്ന CPIയുടെ 3 മെമ്പർമാർ മുന്നിട്ട് നിൽക്കുമായിരുന്നു. വളരെ ശുദ്ധഗതിയും വളരെ പാവത്വം ഉള്ള ഒരു സ്ത്രീയായിരുന്നു മനോമണി. അങ്ങേയറ്റം നമ്മുടെ പാർട്ടിയുടെ ഒരു വലിയ പിൻബലമില്ലാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഉപരി കമ്മിറ്റികളുടെ പിൻബലമില്ലാതെയാണ് ആ 2.5 വർഷം തന്നെ പോയിട്ട്. വളരെ വേദനയോടുകൂടിയാണ് ഇന്ന് മനോമണി ജീവിച്ചിരിപ്പുണ്ട്. മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കും. ആ 2.5 വർഷത്തിൽ നിന്ന് ആ സീറ്റ് ഒഴിയുന്നു. ആദ്യം ആ 2.5 വർഷം ആ ഭരണസമിതി ഏൽക്കുമ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ
റൂമുകൾ അല്ലെങ്കിൽ ആ പഞ്ചായത്ത് കെട്ടിടം നവീകരിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനത്തിൽ അതിൽ നിന്ന് മാറുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഒരു പ്രസിഡൻറ്റിന് ഇരിക്കുവാൻ വേണ്ടി ഒരു വ്യക്തമായ റൂം പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ഇടപെട്ടാണ്, ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഞാൻ ഇടപെട്ട് ഒരു സ്ഥലം കണ്ടെത്തി മേശയൊക്കെ പിടിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തി എന്ന് വേണം പറയാൻ. അന്ന് വൈസ് പ്രസിഡൻറ്റും മറ്റ് മെമ്പർമാരെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ കമ്മിറ്റികളെല്ലാം ഉണ്ട്. അവരെല്ലാം അതിനെ നോക്കിക്കണ്ടതെല്ലാം വേറെ രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു സെക്രട്ടറി സ്റ്റാർലി എന്ന് പറയും. വളരെ മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സെക്രട്ടറിയിൽ നിന്നും ആ മനോമണിക്ക് ഏൽക്കേണ്ടി വന്നു. പല സന്ദർഭങ്ങളിലും വ്യക്തിപരമായി പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്നെ ഫോണിൽ കൂടെ പല കാര്യങ്ങൾ പറയുകയുണ്ട്. അവസാന നിമിഷം ഒരു പൊതുമധ്യത്തിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അധിക്ഷേപിക്കുകയുണ്ടായി. സ്പോട്ടിൽ ഞാൻ ചെല്ലുകയും സെക്രട്ടറിയോട് കാര്യം ചോദിക്കുകയൊക്കെ ചെയ്തു. സെക്രട്ടറി വയലൻ്റായി ക്ഷുഭിതനായി എഴുന്നേറ്റിരിക്കുകയാണ് ചെയ്തത്. എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ അദ്ദേഹത്തിനെ ആ രീതിക്ക് അവിടെ ഇരുത്തുകയെന്നുണ്ടായിട്ടുള്ള ക്ഷുഭിതനായി, എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ ക്ഷുഭിതനായി അവിടെ ഇരുത്തുകയുണ്ടായി. അന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം അവിടെ വലിയ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് പോലും മുകളിൽ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ട് CPM എന്നുള്ള രീതിയിൽ ആ സെക്രട്ടറിയെ മാറ്റുവാനുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഭരണസമിതി അത് എടുത്തിട്ടില്ല. പകരം 2.5 വർഷം കഴിഞ്ഞു ഒരു 15 ദിവസം ഉള്ളപ്പോഴാണ് ഒരു പ്രൊമോഷൻ എന്ന് പറയാം ബ്ലോക്കിലെ BD ആയിട്ട് തീരുമാനിച്ചു. അങ്ങേയറ്റം മാനസികമായി നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് മനോമണി വേദനയോടുകൂടിയാണ് രാജിവെക്കാൻ വരെ തയ്യാറായി എന്ന് വേണം പറയാൻ. പക്ഷേ അങ്ങനെ ചെയ്യരുതെന്നുള്ള ഒരു ബലവും കാര്യങ്ങളും കൊടുത്താണ് തുടർന്നു പോയിട്ടുള്ളത്. അപ്പോഴും വലിയ ഒരു വിഷമം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം മുതാക്കൽ പഞ്ചായത്ത് എടുത്ത് പരിശോധിക്കുമ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പാർട്ടിയിലുണ്ടായിരുന്നിട്ടുള്ള ചന്ദ്രബാബുവായി അവിടെ ഒരു അവിശ്വാസം കൊണ്ടുവന്നു. CPIയുടെ നേതൃത്വത്തിലാണ് ആ അവിശ്വാസം കൊണ്ടുവന്നത്. ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റി. എന്നിട്ട് പകരം വന്നത് CPIയുടെ തന്നെ പള്ളിയറ ശശിയാണ് അവിടെ വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വന്നത്. അതും ഗുരുതരമായി പാർട്ടിയുടെ മോൾ കമ്മിറ്റികളിലും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ രീതി ശരിയല്ല എന്ന രീതി കാണിക്കുകയുണ്ടായി. ഒരു ഫലവും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞു 5 വർഷം പൂർത്തിയായി. സീറ്റ് ചർച്ചകൾ വന്നു. സീറ്റ് ചർച്ചകൾ വന്നപ്പോഴും LDF എന്നുള്ള രീതിയിൽ ഒട്ടേറെ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു യോജിച്ച് പോകുന്ന രീതിയിലേക്ക് CPI തയ്യാറായിട്ടില്ല. ഉദാഹരണത്തിന് മുതാക്കൽ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ബാലസംഘത്തിൽ പ്രവർത്തിക്കുന്ന ഭാഗ്യാമുരളിക്ക് ഒരു ബ്ലോക്ക് ഡിവിഷൻ സീറ്റ് പാർട്ടി തീരുമാനിച്ച് നൽകുകയുണ്ടായി. അതിൻ്റെ പോസ്റ്റർ അടിച്ചു, മറ്റേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ CPI അതിനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി ആ സീറ്റ് അവർക്ക് വേണമെന്ന് വാശി പിടിച്ച് ആ സീറ്റ് പിടിച്ചു വാങ്ങിച്ചു. അപ്പോഴും CPIയെ നിലക്കി നിർത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ താമസിക്കുന്ന വാർഡ് തിരുവല്ലം ഗ്രാമപഞ്ചായത്തിൻ്റെ 19ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. 7 ടേണായി CPI ആണ് അവിടെ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും 7 ടേണിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഒരു പ്രസ്ഥാനം മത്സരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും അവർക്ക് കിട്ടേണ്ടതാണ്. അവിടെ പോലും ഒരു സ്ഥാനാർത്ഥി എടുത്ത് നിർത്തുവാൻ പറ്റാത്തൊരവസ്ഥ CPIക്കുണ്ടായി. നമ്മുടെ പാർട്ടി മെമ്പറായിട്ടുള്ള സഖാവിനെ സ്ഥാനാർത്ഥി ആക്കുവാൻ വേണ്ടി CPIയുടെ നേതാക്കന്മാർ വീട്ടിൽ പോയിരുന്ന് നിർബന്ധിച്ചു. പക്ഷേ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ആ സഖാവ് പോകാൻ തയ്യാറായിട്ടില്ല. ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു, എന്നിട്ട് പോലും പോകാൻ തയ്യാറായിട്ടില്ല. അവസാനം ഞാൻ തന്നെ ഡയറക്റ്റ് ഈ പോയവരെ വിളിച്ച് വഴക്ക് പറയേണ്ടി വന്നു. പക്ഷെ ഞാനിത് എൻ്റെ മേൽഘടകത്തിൽ അറിയിച്ചു, ഇങ്ങനൊരു വിഷയമുണ്ട്, നമ്മുടെ പാർട്ടി മെമ്പർമാരെ തന്നെയാണ് വിളിക്കുന്നത്, ഇതൊരു ശരിയായ രീതിയല്ല. അല്ലെങ്കിൽ അത് ചിഹ്നത്തിൽ മത്സരിക്കേണ്ട, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിൽ മത്സരിക്കാം. അതല്ലാതെ പാർട്ടിയുടെ മെമ്പറായിട്ടുള്ള ആൾ CPIയിൽ വിട്ടുകൊടുത്തുകൊണ്ടൊരു മത്സരിക്കുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചാർജുള്ള നേതാവ് തന്നെ പറഞ്ഞു,
അതങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുത്തോ, നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടണ്ടേ എന്നുള്ള രീതിയാണ് പറയുന്നത്. പക്ഷെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ആലോചിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പോയി. പക്ഷേ നമ്മുടെ ആ പാർട്ടി മെമ്പർ തയ്യാറായതുമില്ല, സംഘടനാ രീതി അനുസരിച്ച് തയ്യാറായതുമില്ല. ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കപ്പെട്ടു എന്നുള്ള രീതിയാണ് അതിനകത്ത് പറയാനായിട്ട്. പിന്നെ ഞാൻ രണ്ടാമത് അങ്ങനെ ഒട്ടേറെ CPIയുടെ വിഷയങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്.